ത്രീ ഡി ഒരു സബ്ജക്റ്റാണ് ഭയങ്കരമായിട്ടല്ലേ. AI-യും 3Dയും ലൈറ്റ് കോമ്പിനേഷൻസ്, കാരണം കുറച്ചുകൂടെ ഒരു ലുക്ക് അല്ലേ, ലുക്ക് കൊണ്ടുവരാൻ ആ കളറിനൊക്കെ പറ്റും. അത് EPS പാനൽ ടെക്നോളജി വരുന്നതിൻ്റെയും ബേസിക് റീസൺ ഇതിന് വെയിറ്റ് ഇല്ല, തെർമോക്കോൾ അല്ലേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻസുലേറ്റഡ് മെറ്റീരിയൽ. ഇത് ഫിനാൻഷ്യലി എക്കണോമിക്കൽ ആണോ? ഇപ്പം നമ്മൾ അന്ന് ചോദിച്ചപ്പം അവരൊക്കെ പറഞ്ഞത് ഒരിക്കലും എക്കണോമിക്കൽ അല്ല. പക്ഷേ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നും പ്രമുഖനില്ല, മുങ്ങൽ വിദഗ്ധനായ സുനീർ മുങ്ങിയിട്ടുണ്ട്. എല്ലാം ഒരു കാലത്ത് സ്ഥിരമായിട്ട് ഞാൻ വരുന്നില്ലെന്നായിരുന്നു, അതിനുശേഷം ഞാൻ വരാതിരുന്നിട്ടില്ല, അതിനുശേഷം സുനീർ വന്നിട്ടുമില്ല. സ്ഥിരമായിട്ട് മുങ്ങുന്നുണ്ട് സുനീർ, സ്ഥിരമായിട്ടില്ല. ശ്രദ്ധിച്ചാൽ മതി, സുനീർ നിരന്തരമായിട്ടില്ല. അറ്റൻഡൻസ് ഇല്ലാത്ത പുറത്ത് തിരിച്ചു നിർത്തി പുറത്ത് ചവിട്ടി പുറത്താക്കുക എന്നുള്ള ഒറ്റ സാധനം പിടിച്ചാൽ മതി. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു സാധനം പിടിക്കാം അല്ലേ. ഇന്നത്തെ വിഷയം 3D ഒരു സബ്ജക്റ്റാണ് ഭയങ്കരമായിട്ടല്ലേ. AI-യും 3Dയും. ഈ AI-യുടെ കാര്യം പറയുമ്പോൾ AI കാരണം ഈ ഇടയ്ക്ക് ഒരു 10-800 പേരുടെ പണി പോയതും, 800 ഒരു നമ്മുടെ ഒരു ഫേമിൽ, അതിനുശേഷം എല്ലായിടത്തും മൈക്രോസോഫ്റ്റും മെറ്റയിലും എല്ലായിടത്തും ടാൽറോപ്പ് കമ്പനിക്കാർ 300 പേരെ പിരിച്ചു വിട്ടതിന് അവരൊരു ഇതായിട്ട് പറഞ്ഞത് AI വരവാണെന്നുള്ളതാണ്. അതുകൊണ്ട് AI കാരണം തൊഴിൽ പോയവർ. പിന്നെ 3D പ്രിൻറ്റിങ് പലതിലോട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിനെക്കുറിച്ചല്ലേ. വീട് 3D പ്രിന്റ് ചെയ്യാം അല്ലേ. വീടിൻ്റെ 3D പ്രിൻറ്റിങ് ആൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് അല്ലേ. യെസ്. അപ്പോൾ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ആണ് ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. ഞാൻ അങ്ങോട്ടൊക്കെ നോക്കുക എവിടെയായിരിക്കുന്നതെന്ന് പോലെ ഒരു സ്ഥലജല വിഭ്രമം. നമുക്ക് നമ്മുടെ എന്താ പറയുക, സ്റ്റുഡിയോയിൽ ഇതില്ലാത്തത് കൊണ്ട്, കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിന്ന് വേറൊരു സ്റ്റുഡിയോ സെറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അരുണേ, ആക്ച്വലി ഈ 3D പ്രിൻറ്റിങ് എനിക്ക് തോന്നുന്നു ഞാനൊന്ന് കണ്ടിട്ടുണ്ടത്. ആക്ച്വലി അങ്കമാലി ഒരു എക്സ്പോ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അതൊന്ന് അതിന് മുമ്പ് ഞാനത് മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഇതുണ്ടല്ലോ, പാർപ്പിടത്തിൻ്റെ ഒരു എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് സ്ഥലം അല്ല, കറക്റ്റ് അതിൻ്റെ പേരുണ്ട്, ഹാബിറ്റാറ്റിൻ്റെ ഒക്കെ പ്രൊജക്റ്റിൽ നിൽപ്പുണ്ട്, നമ്മുടെ ശങ്കർ സാറിൻ്റെ ഒക്കെ പ്രോജക്റ്റുണ്ട്. അവിടെ ഈ 3D പ്രിൻറ്റഡ് വീട് ഞാൻ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് എന്ന് ചോദിച്ചാൽ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്ഥാനമാണ് വീടുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരെണ്ണം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ പ്രീഫാബുണ്ട്, എല്ലാ തരത്തിലുള്ള നിർമ്മിതി, കേന്ദ്രീയ നിർമ്മിതി കേന്ദ്രം. സെൻട്രൽ മിനിസ്റ്ററുടെ കേരളയുണ്ട്, അത് കേരള നിർമ്മിതി കേന്ദ്രമുണ്ട്, കേന്ദ്രീയ നിർമ്മിതി കേന്ദ്രമുണ്ട്. ഇത് തിരുവനന്തപുരത്ത് കേന്ദ്രീയ നിർമ്മിതി കേന്ദ്രത്തിൽ ഇന്ന് വരെ നമ്മുടെ ഇന്ത്യയിൽ ഇത് ചെയ്തിട്ടുള്ള ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ മെത്തേഡ്സും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും പോയി കാണാൻ പറ്റുമോ? എല്ലാവർക്കും ചെല്ലാം, ടിക്കറ്റോ ഒന്നുമില്ല, നമുക്ക് ചെന്ന് കാണാം. പക്ഷെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ അവരുടെ ചെയർമാൻ്റെ അടുത്ത്, അപ്പോൾ നമ്മുടെ കോട്ടയംകാരനായിരുന്നു അതിൻ്റെ ചെയർമാൻ. അപ്പം ഞാൻ അങ്ങനെ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് ബന്ധപ്പെട്ട് ചെന്നോളാൻ പറഞ്ഞ് അങ്ങനെ ചെന്ന് എടുത്തതാണ് ഞാൻ ആ വീഡിയോ. ആക്ച്വലി എല്ലാവർക്കും ചെല്ലാം. അവിടെയാണ് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫൈനൽ 3D പ്രിൻറ്റിങ് എന്ന് പറയുന്ന. അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ, അതോ നമുക്ക് ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ? അല്ല, അത് നമുക്ക് അകത്തൊക്കെ കയറാം. അതിനകത്ത് കൺസീൽ ചെയ്ത് വയർ ചെയ്തിട്ടുണ്ട്, കൺസീൽഡ് പ്ലംബിങ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെന്ന് അകത്തൊക്കെ കയറി എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്കൊന്നൊരു 3D പ്രിൻറ്റിങ് ഇപ്പം വീടുകൾ, ഒരു ഫുൾ വീട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ചിന്ത ഇത് എക്കണോമിക്കലാണ് എന്നുള്ള കാര്യമാണല്ലേ. ഇത് ഫിനാൻഷ്യലി എക്കണോമിക്കൽ ആണോ? ഇപ്പം നമ്മൾ അന്ന് ചോദിച്ചപ്പം അവരൊക്കെ പറഞ്ഞത് ഒരിക്കലും എക്കണോമിക്കൽ അല്ല. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ ഭയങ്കര രസമാണല്ലേ. ഇതിൽ ഞാനതിൽ അന്നൊക്കെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ ഒരു പ്രധാന സംഗതി എന്ന് വെച്ചാൽ നമുക്കിത് ഏത് ഷേപ്പിലും, ഇപ്പം നമ്മൾ ചെയ്യുന്ന ആക്ച്വലി 45 ആംഗിളല്ലേ ഭിത്തി. അതെ, ആ 45 ആംഗിൾ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കർവ് ചെയ്തെടുക്കാമായിരിക്കും. അപ്പോൾ അന്ന് അരുൺ ചെയ്തില്ല, മറ്റേ ഹരികൃഷ്ണൻ്റെ ക്ലൗഡ് ഹൗസ്. എനിക്ക് തോന്നുന്ന ഹരികൃഷ്ണനെ അല്ല അന്ന് കോൺടാക്ട് ചെയ്തത്, അതിൻ്റെ ഓണറായിരുന്നു അരുൺ വീഡിയോ ചെയ്തത്, വിനോദേട്ടനായിരുന്നു അത്. പക്ഷേ അത് ആക്ച്വലി ചെയ്തേക്കുന്ന കോൺക്രീറ്റിലാണ്. അതുകൊണ്ടാണ് അത്രയും ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല അതിനൊരു എൻലെസ് ഡിസൈനാണെന്ന് എനിക്ക് തോന്നുന്ന ഹരി കൊടുത്തിട്ടുണ്ട്. അത് ഒരു നോർമലി നമ്മളിവിടെ ചെയ്യുന്ന ഒരു നിർമ്മാണ രീതിയല്ല പുള്ളി അന്ന് ചെയ്തത്. പുള്ളി അതിൻ്റെ ആളാണ്. പുള്ളിയുടെ അവിടെ വെളിയിൽ നിന്നൊക്കെ വന്ന് പിള്ളേർ വന്ന് ഇത് ചെയ്യുന്നുണ്ട്, ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അത്ര ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റസി ഉള്ള ഒരാളാണ്. 45 ആംഗിളാണ് നമ്മുടെയൊക്കെ ഭിത്തി കോർണർ എന്ന് പറഞ്ഞത്. ഇതങ്ങനെയല്ല,
ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു രീതി തന്നെ വ്യത്യസ്തമാണ്. അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ നമ്മുടെ കോൺക്രീറ്റ് അല്ല ഇതിന് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ നിർമ്മാണ രീതിയിൽ അകത്ത് വാക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടിനെ കുറേ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഉള്ളിൽ ലിറ്ററലി വാക്വമായിട്ടുള്ള സ്പേസ് ആയതുകൊണ്ടാണ് കൺസീൽഡ് ആയിട്ട് മുന്നേ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച് വേണം ഇതിലോട്ട് വർക്ക് ഇറങ്ങാനായിട്ട്. എനിക്കൊന്ന് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇന്നും അതിന് ഞാനത് കാണുന്ന 3 കൊല്ലം മുന്നേ ഇന്നും അതിനത്ര ജനപ്രീതിയൊന്നും വന്നിട്ടൊന്നും ഇല്ല. എനിക്കൊന്ന് ജനപ്രീതി വരാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് തന്നെയാണ്. നല്ല എക്സ്പെൻസീവ് ആണ്. കാര്യം എന്താ വെച്ചാൽ ഇത് ആക്ച്വലി ഇത് ശരിക്കും പ്രീ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഏതാണോ നമുക്ക് വേണ്ടത് അതിൽ പ്രീ സ്ട്രക്ചേർഡ് ബിൽഡിംഗ് അവരുടെ സ്ഥലത്ത് റോബോട്ടിക് സാങ്കേതികവിദ്യയോടെ തന്നെ ഉണ്ടാക്കുക ചെയ്യും. ഇപ്പോൾ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാങ്കേതികവിദ്യയിലോട്ട് മാറിയിട്ടുണ്ട്. അതെ. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ പോട്ടുകളൊക്കെ ഉണ്ടാവില്ലേ, ചട്ടികൾ, ഡിസൈനർ സാധനങ്ങൾ. പക്ഷെ അത് ഭയങ്കര രസമാണ് കാണാൻ. ആ പ്രോഡക്റ്റ് സെയിം സാധനം ഇത്. ഇതിൻ്റെ ഭിത്തിയൊക്കെ അങ്ങനെയാണ് വരിക. പിന്നെ ഇതിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സാധ്യത എന്താണെന്ന് വെച്ചാൽ ടൂറിസം മേഖല ഇത് നല്ല കത്താൻ സാധ്യതയുള്ള. പക്ഷേ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഒരു ടൈപ്പ് ഓഫ് പോർട്ട് ഹൗസ്, അതായത് നമുക്ക് എന്താ പറയുക മാറ്റാൻ പറ്റുന്ന എടുത്തോണ്ട് പോകാൻ പറ്റുന്ന പോർട്ട് ഹൗസ് രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് കൂടുതലും തീരദേശ മേഖല ഇപ്പോൾ കായൽ തീരങ്ങളിലൊക്കെ 50 മീറ്റർ 100 മീറ്റർ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളിൽ ഈ സംഭവം അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു ബിൽഡിങ്ങും ആവും. എപ്പോഴാണെങ്കിലും ഇത് എടുത്ത് മാറ്റുകയും ചെയ്യാം. അത് ഭയങ്കര ഒരു നമുക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു സാധനമാണ്. എനിക്ക് ആ മേഖലയിൽ അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇല്ല, അത് മാത്രമല്ല ഇതിന് വേറൊരു ഇതിന് വരാതിരിക്കാനായിട്ടുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ അറിയാലോ, പ്രീ ഫാബ്രിക്കേറ്റഡ് വീടുകൾ അതുപോലെ ഈ പ്രോഡക്റ്റ് ഇതിന് രണ്ടിനും ലോൺ അവൈലബിലിറ്റി ഇല്ല. ഇപ്പോൾ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ പലരും സ്റ്റക്കാവുന്ന അവിടെയാണ്. പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസുകൾക്ക് അതുപോലെ EPS പാനൽ കൺസ്ട്രക്ഷൻ ഹൗസുകളില്ലേ, ഇതിനൊന്നും ആക്ച്വലി ലോൺ അവൈലബിൾ അല്ല. കാരണം പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ജപ്തിയാ സാധനം ഇല്ലാതെ വരും. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം. അത് ശരിയാണ്. ഇത് വാല്യുബിൾ പോയിന്റ് ആണത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും ചിന്തിക്കും എന്നാൽ പിന്നെ ഇത് ചെയ്തുകൂടെ, എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മളിൽ 100-ൽ 95% ആൾക്കാരും ചെയ്യുന്ന ലോണിലാണ്. വീടുകളെല്ലാം ചെയ്യുന്നത് കാരണം ഒരു 15 വർഷമൊക്കെ ബാക്കി എടുത്തു കഴിഞ്ഞാൽ വീടുകൾ ഇത്രയും നിർമ്മാണം ഇല്ലായിരുന്നു. അതിന്റെ റീസൺ അത്രയും ലോൺ അവൈലബിലിറ്റി ഇല്ലായിരുന്നു. ഇപ്പം ലോൺ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇപ്പം സിവിൽ സ്കോർ ഇല്ലെങ്കിൽ പോലും ലോൺ കൊടുത്ത് പറ്റിക്കുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ട് ഇപ്പം എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിന്റെ ന്യൂസാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. ഫോണുകളിലോട്ട് ചുമ്മാ ലോണുകളാണ് വരിക. അതെ, ലോൺ വരുന്ന ഒരു കാലമാണ്. ലോൺ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ പൈസ നമ്മളെ തന്ന് കടക്കാരനാക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ധാരാളം. അതുകൊണ്ട് ലോൺ ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. സെപ്പറേറ്റ് ചെയ്യേണ്ട സാധനം മാറിയില്ലേ. EMI എന്തിനും കിട്ടും. അത് മാത്രമല്ല 7,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ എന്ത് പർച്ചേസ് ചെയ്താലും EMI ആക്കാം. അതായത് അത്ഭുതമാണ്. ഇത് ഇത്രയോ ചെറിയ പിള്ളേർ അവർ ശരിക്കും 17 Pro Max ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സീരിയസ്ലി 1.5 റുപ്പീസിൻ്റെ ഒക്കെ 17 Pro Max ഒക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അത് ഒരു EMI കിട്ടുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അതിന് ബെനിഫിറ്റാണ്, അതേസമയം ദോഷമാണ്. പ്രോപ്പറായിട്ട് നമ്മളത് പ്ലാൻ ചെയ്ത് യൂസ് ചെയ്തില്ലെങ്കിൽ EMI ഒക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനം. പ്രത്യേകം പണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ആയി മാത്രമായിരുന്നു പറയുന്നത്. പക്ഷേ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല മറ്റ് പല ബ്രാൻഡിലുള്ള EMIസും വിഷയമാവും. ക്രെഡിറ്റ് കാർഡ് ഇപ്പം നല്ല രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങി. അത് പല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താം. കാര്യം അതിന് കൂടുതലും USPs കൂടുതൽ വന്നു. ഒത്തിരി ഉണ്ട്. അപ്പോൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാന സാധനം ഇത് ലോൺ അവൈലബിൾ അല്ല എന്നുള്ള. പിന്നെ ഇതിന് വലിയൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ, ഇപ്പോൾ ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ എന്ന് വെച്ചാൽ ഈ വലിയ വെയിറ്റുള്ള സാധനം കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടല്ലോ, അവിടെ ഈ പറഞ്ഞ 3D പ്രിൻറ്റിങ് ടെക്നോളജി വൻ സാധനമായിരിക്കും. കാര്യം ഇതിൻ്റെ മെഷീനറീസ് മാത്രം അവിടെ എത്തിയാൽ മതി. ബാക്കി എല്ലാ സംസ്കൃത വസ്തുക്കൾക്കും വലിയ വെയിറ്റ് ഇല്ല. അത് EPS പാനൽ ടെക്നോളജി വരുന്നതിൻ്റെയും ബേസിക് റീസൺ ഇതിന് വെയിറ്റ് ഇല്ല. തെർമോക്കോളല്ലേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻസുലേറ്റഡ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഈസി ആയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ കൊണ്ടുചെല്ലാൻ പറ്റുന്ന പാകത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെയ്തിട്ടുണ്ട്. EPS പാനലിൻ്റെ ഒരു പ്രോജക്റ്റ് ഈ അടുത്ത് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ കട്ടപ്പന അപ്പുറമാണ്. കട്ടപ്പന റിസോർട്ടാണ്. വൻ കുന്നിൻ പ്രദേശം. ആക്ച്വലി നമ്മൾ കയറി താഴേക്ക് ഇറങ്ങി നമുക്കൊരു 1000 കലോറി ബേണാവും. അമ്മാതിരിയുള്ള ഈ ചെയ്യുന്നതുകൊണ്ട് ഈ പ്രീഫാബ് ബിൽഡിംഗ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഉണ്ടോ? കോസ്റ്റ് വൈസ് ഇല്ല, കോസ്റ്റ് വൈസിൽ വലിയ വ്യത്യാസമില്ല. അത് ചെയ്ത വ്യത്യാസം ഉണ്ടാകുന്ന എവിടെയാണെന്ന് വെച്ചാൽ
നമ്മുടെ ഈ സിമെന്റ് ഫൈബർ ബോർഡ് വെച്ച് ചെയ്യുന്ന പ്രീ ഫാബ്രിക്കേഷൻ പ്രീ ഫാബ്രിക്കേഷൻ തന്നെ പലതുണ്ടല്ലോ. EPS പാനൽസ് ഞാൻ പറയും ഓവസം, ഒന്നും പറയാനില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂടിനെ പ്രതിരോധിക്കും, നല്ല രീതിയിൽ. അതിൽ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ശ്രീധരീയം എന്ന് പറയുന്നിട്ടുള്ള ആയുർവേദ ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ട്. ശ്രീധരീയം സുനേത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റ് അവരുടെ വൻ ഹിറ്റായിരുന്നു. ശ്രീധരീയം കാരുടെയാണ്. അത് ആക്ച്വലി അവരൊരു പാരമ്പര്യ വൈദ്യന്മാർ, BHMS ഒക്കെ പഠിച്ച ഡോക്ടേഴ്സാണ്. ശ്രീധരീയംകാരുടെ പ്രോഡക്റ്റ്, അവരുടെ പ്രൊജക്റ്റ് ഉള്ളത് ഞങ്ങളുടെ അടുത്താണ്. അതായത് കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ കുറവിലങ്ങാട് കഴിഞ്ഞ് കൂത്താട്ടുകുളം എന്ന് പറയും. അതാണ് അവരുടെ ഹെഡ് ഓഫീസ്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കെട്ടിടം മുഴുവൻ ചെയ്തിരിക്കുന്ന EPS പാനൽ. ഔട്ട് ആൻഡ് ഔട്ട് EPS പാനലാണ് അവരുടെ പുതിയ കെട്ടിടം മുഴുവൻ ചെന്നിരിക്കുന്നത്. അവരുടെ ആദ്യത്തെ കെട്ടിടം മാത്രമേ ഉള്ളൂ ഏത് നോർമൽ കൺസ്ട്രക്ഷൻ, ബാക്കി ഫുള്ള് ചെയ്തിരിക്കുന്നത്. അതായത് 8-9 നില ഫുള്ള് അയൺ, നമ്മുടെ ഇരുമ്പ് ഇതിൽ കയറിയിട്ട് EPS പാനലായിരിക്കുന്നത്. നമ്മുടെ വീഡിയോ അതിലുണ്ട്. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് കാണുമ്പോൾ ഇതൊരു അത്ഭുതം തോന്നും, ഇവരെന്താ ചെയ്യുന്നതെന്ന് തോന്നാം. പക്ഷേ അത് കൺവെർട്ട് ചെയ്ത് ഞാൻ ഇരിക്കുന്നത് ആ മുറിയിലാണെന്ന് പറഞ്ഞ് നമുക്ക് ഭയങ്കര അത്ഭുതം ഫീൽ ചെയ്യും. അതാണ് സെയിമാണ് 3D പ്രിൻറ്റിങ്. അതായത് നമ്മൾ ചിന്തിക്കത്തില്ലേ 3D പ്രിൻറ്റിങ്, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അതൊരു ടേം ആയിരിക്കും, പലപ്പോഴും അങ്ങനെയാണല്ലോ, അതൊരു ടേമായിട്ടാണ് യൂസ് ചെയ്യുക. പക്ഷേ ആക്ച്വലി പ്രിൻറ്റിങ് തന്നെയാണ്. മേളിൽ കൂടെ ആ റോബോട്ടിക് പേന കൊണ്ട് ഇതിങ്ങനെ പ്രിന്റ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഭിത്തിയായിട്ട് നമുക്ക് വരിക. പക്ഷേ അതിനകത്തൊരു ഒരു സ്ട്രക്ചർ രൂപപ്പെടും, ഒരു ഇങ്ങനെ ആ ഒരു നല്ല രസമാണ് കാണാൻ. ഇപ്പം നമ്മൾ അധികം സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് അതിന് കിട്ടുന്നത്. കാരണം പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കളർ അല്ലേ, കൂടുതൽ ലൈറ്റ് ബീച്ച് കളർ കോമ്പിനേഷൻ കൂടുതൽ കാണുന്നത്. അതിന് ഗ്രേ കോമ്പിനേഷൻ, കുറേ കളർ കോമ്പിനേഷൻ ഉണ്ടെന്ന് അവർ പറഞ്ഞില്ല. പക്ഷേ കൂടുതൽ നമ്മൾ കണ്ടത് ഒരു ബീച്ച് ഗ്രേ കളർ ലൈറ്റ് കോമ്പിനേഷൻസ്. കാരണം കുറച്ചുകൂടെ ഒരു ലുക്ക് അല്ലേ, ലുക്ക് കൊണ്ടുവരാൻ കളറൊക്കെ പറ്റും. ഒറിജിനൽ കംപ്ലീറ്റ് ബീജും അല്ല, അത് മിക്സ് കളറാണ്. അതായത് ഗ്രാന്യൂൾസ് മിക്സ് കളർ പോലെ നമ്മുടെ മൊസൈക്കിന്റെ ഒക്കെ ഡോട്ടഡ് ഫീൽ ആകിട്ടുന്നത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നൊരു കാര്യം, അതിനകത്ത് ഡസ്റ്റ് കളക്ഷൻ എപ്പോഴും പ്രതീക്ഷിക്കണം എന്നാണ് പറയുന്നത്. അവരുടെ ഒരിതാ പറയുന്നത്, ചെറിയൊരു ഗ്രിപ്പ് ഉണ്ടല്ലോ, ഒരു സോഫ്റ്റ് സർഫസ് അല്ല. യെസ്, നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ എന്നാൽ പോലും ആ ഡസ്റ്റ് കളക്ഷൻ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ്, ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന നമ്മുടെ ഹണി കോംബ് സ്ട്രക്ചറിൽ വരുന്ന ആർഡക്സ് ആൻഡ് ഡ്യൂറയുടെ വാട്ടർ പ്രൂഫ് പെയിൻ്റാണ്. അതിൽ അവർ പറഞ്ഞൊരു സാധനം, ഇതിൽ പായൽ പൂപ്പൽ പിടിക്കില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ക്രാക്സ് വന്നിട്ടുള്ള പായൽ പൂപ്പൽ പിടിക്കില്ല എന്ന് അവർ പറയുന്നത്. അല്ലാതെ അതിനകത്ത് ചെളി പിടിക്കും. മനസ്സിലായില്ല കാര്യം? എന്താണെന്ന് വെച്ചാൽ ഈ ഹണികോംബ് സ്ട്രക്ചറിനകത്തുള്ള ഡസ്റ്റ് കളക്ഷനാണ്. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാനിപ്പോൾ 2 പ്രാവശ്യം വാഷ് ചെയ്തു കഴിഞ്ഞാൽ പുതുപുത്തനായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഇത് വാഷബിൾ ആയിട്ടുള്ള ജെറ്റ് പമ്പ് വെച്ചിട്ട് സർക്കിൾ വാഷ് ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. എനിക്കത് പമ്പിനെക്കാട്ടി ഏറ്റവും നല്ലത് നോർമലി വാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ വാഷ് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല. പിന്നെ ഒരു ഗുണം എഫക്ട് ചെയ്തില്ല. പിന്നെ ഒരു ഗുണം പായൽ പിടിക്കത്തില്ല. പായൽ പിടിക്കത്തില്ലെന്ന് പറയാനായിട്ടുള്ള റീസൺ, പായൽ പിടിക്കുന്നതിൻ്റെ ബേസിക് റീസൺ ക്രാക്സ് ആണ്. ക്രാക്സിൽ മോൾഡ് വളർന്ന് അതിനകത്തു നിന്നാണ് പായൽ ജനറേറ്റ് ആവുന്നത്. ഇതിലങ്ങനെ ക്രാക്സ് ഉണ്ടാവില്ല. കാര്യം വെച്ചാൽ ഇത് പ്രിൻറ്റിംഗ് ആണ്. അതായത് വിത്തൗട്ട് പോറസ് ഗ്രാന്യൂൾ പ്രിൻറ്റിംഗ് ആണ് ഇതിനകത്ത് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രാക്സ്, അതായത് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന സിമെൻറ്റ് ക്രാക്സ് നമ്മൾ ക്രാക്ക് ഫില്ലേഴ്സ് ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് അതിൽ പ്രൈമർ ചെയ്യുന്നു. അതിലും ഫില്ലാവാതെ വരുന്നിടത്തു നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, പായൽ ജനറേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഇവിടെ ചെയ്തിരിക്കുന്ന പെയിൻറ്റിൽ ഔട്ട് ആൻഡ് ഔട്ട് എല്ലാ പെയിൻറ്റിലും സംഭവിക്കുന്നത് ക്രാക്സിൽ നിന്ന് വരുന്ന പായലാണ്. ഫംഗൽ ആൽഗ അറ്റാക്കാണ് പറയുന്നത്. അവിടെ നിന്നാണ് ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യമോ സാധ്യതയോ ഇല്ല. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ ഐക്കോണിക് ആണ്, ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു വലിയ വീടൊന്നും കണ്ടിട്ടില്ല, ഒരു മീഡിയം ടൈപ്പ് വീടുകളാണ് എനിക്ക് തോന്നുന്നു 3D മീഡിയോ അല്ല, ഒരു സിംഗിൾ റൂം എന്നുള്ള രീതിയിൽ അവർ ആ 3D പ്രിന്റിംഗ് ടെക്നോളജി ഇൻവെന്റ് ചെയ്തിട്ടുള്ളൂ. അതൊരു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പണ്ട് ഒരു വലിയൊരു വീട് ചെയ്തിട്ടുണ്ട്, അത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അതെ അല്ലേ, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പെരിമെന്റൽ ആയിട്ട് കേരളമായിരിക്കും, കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്, എക്സാക്ട്ലി അറിയത്തില്ല, അത് നോക്കിയിട്ടിടാം. അവരുടെ ഓഫീസ് വന്നിട്ട് ബാംഗ്ലൂരാണെന്നുള്ളതാണ് എനിക്കൊരറിവ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫെറോ സിമെന്റ് സ്ലാബ് വെച്ച് വീടുകൾ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട്, അത് ഇല്ലാതായത് നന്നായി. പൂപ്പലും ഈ സാധനം ഇത്രയും പോറസ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഇല്ല. സോ ആ വീട് മുഴുവൻ പൂത്തൊലഞ്ഞ് ആലോചിച്ച് ആൽഗ അറ്റാക്ക് കയറി നിൽക്കുന്നത്. എനിക്ക് ഈ മഴ സമയത്താണ് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി. കാരണം കറുത്ത് പാടുകളൊക്കെ കയറി വരും, പൂപ്പൽ വന്നിട്ട്. ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടി വലിയ ഇഷ്യൂ ആണ്. ഫെറോ സിമെന്റ് വീടുകൾ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്.
അന്ന് ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചത് ഫെറോസിമനി വീടിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ചാണ്. സ്ട്രെങ്തിനെ കുറിച്ചൊന്നും ഒന്നും പറയാനില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വിത്ത് മെഷ് വെച്ച് ചെയ്ത സാധനമാണ്. നമുക്കതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. പക്ഷേ സ്ട്രെങ്തിനപ്പുറം ഇതിൻ്റെ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുണ്ട്. ഉണ്ട്. അത് ഉപയോഗിച്ച് നോക്കി എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റൂ. ഇതൊക്കെ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്താണ് നാളെ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു എന്തായാലും ഒരു കാര്യം പറയാം, കോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കോസ്റ്റൊന്നുമല്ല. അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. കാരണം ആ രീതിയിലുള്ള പറ്റി, കാരണം പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റ് പുതിയതായിട്ട് വരുമ്പോൾ ഏത് മേഖലയിലായാലും പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റാണ് മെയിനായിട്ട് കൂടിയിരിക്കുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റൊന്നും അല്ല. ആ ഒരു കോസ്റ്റ് കയറിയിരിക്കുന്നിടത്തോളം കാലം അത് പെട്ടെന്ന് താഴോട്ട് ആ റേറ്റ് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു 10 വർഷം കഴിയുമ്പോഴത്തേക്കോ ഇപ്പോൾ ഈ ടെക്നോളജിയിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരാം. ഇപ്പോൾ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇന്ന് ടെക്നോളജി ഉണ്ടെങ്കിൽ അത് മാറി നാളെ അതിൻ്റെ അപ്ഡേഷൻ വന്നു കഴിഞ്ഞു. ഭയങ്കര ഫാസ്റ്റ് ചേഞ്ചാണ്. അപ്പോൾ ടെക്നോളജി മാറുമ്പോഴത്തേക്ക് ഒരുപാട് അപ്ഡേഷൻസ് നമുക്ക് വരാം. ഫ്യൂച്ചർ ബിൽഡിങ്ങൊക്കെ വലിയ ബിൽഡിങ്ങൊക്കെ മേ ബി എനിക്ക് ഏറ്റവും പാലങ്ങളൊക്കെ 3D ഉണ്ടാക്കാൻ പറ്റി നമ്മളിവിടെ റോഡ് പണി നടക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊന്ന് ഇത്ര വർഷമായി. എല്ലാ വർഷവും കേൾക്കും ഈ മാർച്ചിൽ ഇത് കമ്മീഷൻ ചെയ്യും. അതൊന്നും നടപടിയില്ല. ഇവിടെ നമ്മൾ ചെയ്ത ഏറ്റവും നല്ല രീതി ഇൻവെന്റ് ചെയ്ത ഒരു സാധനം ബെയിലി പാലങ്ങൾ. നമ്മളിവിടെ ഭയങ്കര ഇതുണ്ടാക്കിയ സാധനം. ഒരുപാട് കാലം ഇന്നും പൊളിക്കാതെ ബെയിലി പാലങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാലും ചോക്ക് പാലങ്ങളുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ചൈനയിൽ ഒരു ഭൂകമ്പം ഉണ്ടായിട്ട്, ചൈനയിൽ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, അവരതിനകത്ത് റെഡിമെയ്ഡ് പാലങ്ങൾ ഇട്ട് നിങ്ങൾ കണ്ടിരുന്നോ? അതായത് അവർ കൊണ്ടുവന്ന് ആ വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ ഇതിനകത്തുനിന്ന് ആൾക്കാർക്ക് വന്ന് കയറാം, അതിന് മേളിൽ വന്ന് നിൽക്കാം. അതായത് റെഡിമെയ്ഡായിട്ട് അത് ഇടുമ്പോഴത്തേക്ക് തന്നെ ഇത് നിവരുന്നത്. ഞാൻ ആലോചിക്കുന്നതേ, സത്യം പറഞ്ഞാൽ നമ്മൾ ചൈന ഇത്രമാത്രം കുറ്റം പറയുന്നൊരു രാജ്യമില്ല. സത്യമല്ലേ? അവരുടെ കയ്യിലുള്ള സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മൈക്കടക്കം, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണടക്കം എല്ലാം ഔട്ട് ആൻഡ് ഔട്ട് പ്രൊഡക്റ്റ്. അതിൽ എടുത്തു പറയുകയാണെങ്കിൽ ചൈന എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം ചൈനയിൽ നല്ലതും ചീത്തയുണ്ട്. എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അതാ അവർ തരും. അതാണ് നമ്മുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കി തരും. ഈ മൊബൈലിൻ്റെ കവറൊക്കെ ഉണ്ടല്ലോ, മൊബൈൽ കവറൊക്കെ 5 രൂപ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അത് നമ്മുടെ ബഡ്ജറ്റ് എന്താണോ ആ രീതിയിലാണ് അവർ ചെയ്യുന്നത്. പിന്നെ വോളിയം പർച്ചേസ് ആണ് കൂടുതൽ. ഇപ്പം ഫർണിച്ചർ കൊണ്ടുവരുന്നുണ്ട്, അതെല്ലാം വോളിയം പർച്ചേസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു മാർജിൻ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 3D പ്രിൻറ്റിങ് ഹൗസുകളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനം ചിലപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ ഭയങ്കര വർക്കായേക്കുന്ന ഒരു സാധനമാണ്. കാര്യം കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രീഫാബിൽ തന്നെ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നു. ഇപ്പം അതിനകത്ത് AC-യുടെ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെറുതും വലുതുമാകാം. ഇപ്പോൾ ഒരു ഓഫീസ്, അതെ, എനിക്കൊന്ന് ഏറ്റവും ഫീസിബിളായിട്ട് ഇപ്പോഴത്തെ ഒരു കോസ്റ്റ് വൈസ് ഫീസിബിളായിട്ടുള്ളത് ഈ റിസോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും. കാരണം അതിന് ഇച്ചിരി റേറ്റ് കൂടിയാലും ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ എപ്പോഴും അതിനൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് A-ഫ്രെയിം സ്ട്രക്ചർ അട്രാക്ഷനാണ്. അത് ഒരിക്കലും ചൂടുണ്ടോയെന്ന് വെച്ചാൽ ചൂടുണ്ട് ഇല്ലേ, നല്ല ചൂടുണ്ടാവും. കാര്യം ഇതിൽ വരുന്നത് സിമന്റ് ഫൈബറാ. അതെ, അതൊരു ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ട്രക്ചറാണ് A-ഫ്രെയിം. പക്ഷേ അത് ഇത്രയും കോസ്റ്റും കൂടുതലാണ് ഭയങ്കര. അത് ഇത്രയും ട്രെൻഡ് ആവുന്നത് അതിൽ നിന്ന് നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഈ 3D പ്രിന്റിംഗ് ടെക്നോളജി ഈ പറയുന്ന ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കണം. ഗവൺമെൻറ് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്കും ഗുണമാണ്. ഇപ്പം വരുന്ന ടൂറിസ്റ്റുകൾക്കാണെങ്കിലും ഭയങ്കര. ഇപ്പോൾ ഈ ടൂറിസം ഇൻഡസ്ട്രിയിൽ നമുക്കൊരു ലാസ്റ്റ് 1 ഇയർ എടുത്തു കഴിഞ്ഞാൽ ഹ്യൂജ് ചേഞ്ച് ആവുന്നുണ്ടിരിക്കുന്നത്, ഭയങ്കര ചേഞ്ച് ആവുന്നുണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളിൽ ഇത് ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഒരു നമുക്ക് നമ്മളെ എന്താണ് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. പോർട്ട് ഹൗസുകൾക്ക് പറ്റിയ സാധനം തന്നെയാണ്. അതിൽ നോ ഡൗട്ട് എക്സ്പെൻസ് മാത്രമാണ് അതിനകത്ത് സാധനം. ലോൺ കിട്ടത്തില്ല എന്നുള്ളത് പക്ഷേ എല്ലാവർക്കും അറിയത്തില്ലാത്ത കാര്യം. ഈ പ്രീഫാബ് വന്നിട്ട് ആൾക്കാർ പോയിട്ട് അതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള ബേസിക് റീസൺ ലോണില്ലാത്ത ഒരു ഇഷ്യൂ ആണ്. അത് ഇതിനുമുണ്ട്. അത് മാറുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. പിന്നെ ഇത് കാണേണ്ടവർക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് അടിച്ചു നോക്കിയ കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയില്ല, കേന്ദ്രീയ നിർമ്മിതി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് 3D പ്രിൻറ്റിംഗ് ടെക്നോളജി ചെയ്തു വെച്ചിരിക്കുന്ന വീട് നിങ്ങൾക്ക് ചെന്ന് കാണാം. അകത്തൊക്കെ കയറി എക്സ്പീരിയൻസ് ചെയ്യാം. പ്രത്യേകിച്ച് വീട് പണിയുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് അവിടെ കുറേ ഉണ്ട് കേട്ടോ. അവിടെ കുറേ ഉണ്ട്. ഈവൻ മഡ് ബ്രിക്ക് ഇൻവെൻറ്റ് ചെയ്തു തന്നെ നമ്മുടെ ശങ്കർ സാർ ഹാബിറ്റാറ്റ് ഗ്രൂപ്പാണ്. അവർ ചെയ്തു വെച്ചിരിക്കുന്ന വീടുകളടക്കം അവിടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഹാബിറ്റാറ്റിന് ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം മണ്ണ് കിട്ടുന്നില്ല. വേറെ സ്റ്റേറ്റിലൊക്കെയാണ് പോയി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വീട് പണിയുമ്പം ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ എക്സ്പെരിമെൻറ്റ്സ് എല്ലാവർക്കും കോസ്റ്റ് വൈസ് മാനേജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. പിന്നെ കുറച്ചുകൂടെ സസ്റ്റൈനബിളും ഒക്കെ ആയാൽ ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട്. അതെ, പിന്നെ അതുപോലെ ഗാർഡൻസും ഒക്കെ ചെയ്തൊരു ട്രോപ്പിക്കൽ ഫീൽ, ഇപ്പോൾ എല്ലാം ട്രോപ്പിക്കൽ ഫീലായി. എല്ലാം ട്രോപ്പിക്കൽ. അതിന് പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് തീർച്ചയായിട്ടും 3D സ്ട്രക്ചർ.
അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, കോസ്റ്റ് കൂടുതലുണ്ട്. ബെനിഫിറ്റിനോടൊപ്പം എല്ലാത്തിനും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം വരും. അതെ അതെ. അപ്പോൾ നല്ലൊരു സ്ട്രെച്ചാണ്. അപ്പോൾ വീട് ചെറിയ ചെറിയ ടൂറിസം പ്രൊജക്റ്റുകളൊക്കെ ചെയ്തവർക്ക് തീർച്ചയായിട്ടും പറ്റിയൊരു ഓപ്ഷനാണ് അല്ലേ? തീർച്ചയായും തീർച്ചയായും. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നൊരു ചെറിയ സെഷനാണ്. ബാക്കി നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാൽ നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ലൈക്ക് ചെയ്യാത്തവർ, ഷെയർ ചെയ്യാത്തവർ ചെയ്യുക. കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇടുക. നിങ്ങളുടെ കൂട്ടത്തിൽ വീട് വെച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട് വരിക. കൊല്ലത്ത് കൊട്ടിയത്താണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഓൾവേസ് വെൽക്കം അല്ലേ? തീർച്ചയായും വന്നിട്ട് നമുക്ക് സംസാരിക്കാം. യാ, നിങ്ങളുടെ സംശയങ്ങൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ പറയാം നേരിട്ട് അപ്പോൾ ലൈവിൽ. അതെ, അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായും. അപ്പോൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. യാ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ? അതെ. അപ്പോൾ വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.